അവയവദാന തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് വന്നത്. അതിൽ വലിയൊരു റാക്കറ്റാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. ഈ കേസിലെ മുഖ്യപ്രതി മുഹമ്മദ് നജീബിനെതിരെ ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കി. രാജ്യം വിടാതിരിക്കാനാണ് സർക്കുലർ ഇറക്കിയത്. കല്ലട്രൻസ് മെഡിക്കൽ ടൂറിസം എന്ന കമ്പനിയുടെ മറവിലാണ് അവയവദാന തട്ടിപ്പ് നടന്നിരുന്നത്. അവയവ കൈമാറ്റം അടക്കം കമ്പനി വാഗ്ദാനം ചെയ്തിരുന്നു. ഇതേ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. എസ് രാഗിൻ വിവരങ്ങളുമായി. രാഗിൻ, ഗുഡ് മോർണിംഗ്. വലിയൊരു റാക്കറ്റാണ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചിരുന്നത് എന്നത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. മെഡിക്കൽ ടൂറിസത്തിന്റെ മറവിൽ അവയവദാന കൈമാറ്റം, അതൊരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു റാക്കറ്റായി പ്രവർത്തിക്കുകയായിരുന്നു. ഈ മുഹമ്മദ് നജീബിനെ കുറിച്ച് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ എന്താണ്? ശ്രീജ, മുഹമ്മദ് നജീബാണ് ഈ സംഭവങ്ങളുടെ എല്ലാം കിൻപിൻ. അതായത് ഈ അവയവദാനം എന്ന് പറയുന്ന ആ ഒരു നിയമത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന്റെ നിയമാനുസരണം നടക്കേണ്ട അവയവദാന നിയമത്തിന്റെ മറവിലാണ് ഇയാൾ ഈ വ്യാപകമായിട്ടുള്ള അവയവ കച്ചവടവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ നടത്തിയിരുന്നത്. ഇയാളെ ഈ കേസിലേക്ക് കിട്ടുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുന്നത്തുനാട് പോലീസും അതോടൊപ്പം തന്നെ വടക്കേക്കര പോലീസും ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിവരികയാണ്. ലുക്കൌട്ട് സർക്കുലർ ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട്. അതായത് ഇയാൾ വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ട് എന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എയർപോർട്ടുകളിലും അതോടൊപ്പം തന്നെ സീപോർട്ടുകളിലും ഒക്കെ തന്നെ ഇത്തരത്തിൽ ഈ ലുക്കൌട്ട് സർക്കുലർ ഇട്ടുവച്ചിരിക്കുന്നത്. അതായത് ഇയാൾ ഏതെങ്കിലും തരത്തിൽ വിദേശത്തേക്ക് പോകാൻ എത്തുകയാണെങ്കിലോ അല്ലെങ്കിൽ അവിടെ നിന്ന് വരികയാണെങ്കിലോ അവിടെ തടഞ്ഞു വെച്ച് അറസ്റ്റ് രേഖപ്പെടുത്തുന്ന ഒരു നടപടിക്രമമായിരിക്കും അത്. അത്തരം കാര്യങ്ങൾ പോലീസ് നീക്കുന്നു. കഴിഞ്ഞ ദിവസം ഇയാളുടെ ഭാര്യയെ റഷീദയെ പോലീസ് സംഘം പിടികൂടിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ ശ്രീജ സൂചിപ്പിച്ചു വന്നതുപോലെ മെഡിക്കൽ ടൂറിസത്തിന്റെ മറവിലാണ് ഈ തട്ടിപ്പ് നടത്തിയിരുന്നത്. കല്ലട്രൻസ് മെഡിക്കൽ ടൂറിസം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി ഇയാൾ നടത്തിയിരുന്നതായാണ് വ്യക്തമാകുന്നത്. അവയവ കച്ചവടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവയവ കൈമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കൊച്ചിയിലെ പല ആശുപത്രികളുമായി സഹകരിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ താൻ നടത്തുന്നത് എന്ന കാര്യവും ഇയാൾ പലരോടും പറഞ്ഞതായാണ് വ്യക്തമാകുന്നത്. അപ്പോൾ ഇതിന്റെ അടക്കം അടിസ്ഥാനത്തിൽ അന്വേഷണം വിപുലീകരിക്കുകയാണ്. ഇതോടൊപ്പം വടക്കേക്കര പോലീസ് എടുത്ത കേസിൽ അവിടുത്തെ അവയവദാതാവിനെ കൂടി പ്രതിചേർത്തിട്ടുണ്ട്. അവർ അവയവദാനം നടത്തിയത് കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ്. അപ്പോൾ അവിടേക്കും പോലീസിന്റെ അന്വേഷണം വ്യാപിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഈ പറയുന്ന മുഹമ്മദ് നജീബ് ഒരുപാട് വ്യാജരേഖകളാണ് ഇതിന്റെ ഭാഗമായിട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അതായത് പല രേഖകളും ഇതിൽ ആവശ്യമാണ് ഇത്തരത്തിൽ ഒരു അവയവദാനവുമായി മുന്നോട്ട് പോകുമ്പോൾ. അത് കാരണം ഇതിനകത്ത് ട്രേഡ് ഇല്ല എന്ന് ഉറപ്പിക്കണമെങ്കിൽ, അത് ബന്ധപ്പെട്ട അതോറിറ്റികൾക്ക് അത് ക്ലിയർ ചെയ്ത് കിട്ടണമെങ്കിൽ അത്തരത്തിലുള്ള രേഖകൾ ഒട്ടനവധി ആവശ്യമുണ്ട്. അപ്പോൾ ഇയാൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ രേഖകൾ വ്യാജമായി ഉണ്ടാക്കുകയാണ്, നിർമ്മിതിയാണ്. അങ്ങനെ രേഖകൾ വ്യാജമായി ഉണ്ടാക്കാൻ ഇയാളെ സഹായിച്ചവരൊക്കെ ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിപുലമായിട്ടുള്ള അന്വേഷണം നടക്കുന്നു. അങ്ങനെയാണ് ഇയാൾ ഈ പ്രധാനമായിട്ടുള്ള ഈ തട്ടിപ്പിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും മുഹമ്മദ് നജീബിനെ കിട്ടുക എന്നതാണ് പോലീസിനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. പ്രത്യേക അന്വേഷണ സംഘം ഇതിനായി രൂപീകരിച്ച് വിപുലമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് പോലീസ് സംഘം ഇനി പോകാൻ പോകുന്നത്. മറ്റ് ജില്ലകളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ശരി.